എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് cap.mgu.ac.in/ugcap 2024/ എന്നുള്ള ഈ ഒരു പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആ ഒരു സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ട എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അതായത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീസ് ഉണ്ടായിരിക്കും. ജനറൽ കാറ്റഗറി ഉള്ളവർക്ക് 1418 രൂപയും SC/ST വിദ്യാർത്ഥികൾക്ക് 50 രൂപയുമാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രൊഫൈലിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ 25-ാം തീയതി അതായത് ജൂൺ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടേണ്ടതാണ്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. അതായത് ഏകജാല പ്രവേശനത്തിൻ്റെ പോർട്ടലിൽ നിങ്ങൾക്ക് ഓൺലൈൻ ബിരുദ ഏകജാലകം എന്ന അതായത് ഓണേഴ്സ് ബിരുദ ഏകജാലകം എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം തുടർന്ന് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുകയും സർവകലാശാലയിൽ അടയ്ക്കേണ്ട ഫീസ് ഓൺലൈനായിട്ട് അടക്കുകയും ചെയ്യണം. പൊതുവിഭാഗത്തിൽപ്പെട്ടവർക്ക് 1418 രൂപയും പട്ടികജാതി വർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് 50 രൂപയുമാണ് ഫീസ്. സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്കുണ്ട്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനായിട്ട് മോഡ് ഓഫ് അഡ്മിഷൻ എന്നുള്ളത് തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഒഴികെയുള്ളവർക്ക് താൽക്കാലിക പ്രവേശനം നേടാം. ഒന്നാം ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും സ്ഥിരപ്രവേശനം എടുക്കാൻ താല്പര്യമുള്ളവരും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത ശേഷം കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൽ അടക്കേണ്ട ഫീസിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ കോളേജിൽ നേരിട്ട് ഹാജരായി ജൂൺ 25-ന് വൈകുന്നേരം 4-ന് മുമ്പായിട്ട് നിശ്ചിത ഫീസ് അടച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. താൽക്കാലികമായിട്ട് പ്രവേശനം എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ നിശ്ചിത സർവകലാശാല ഫീസ് ഓൺലൈനിൽ അടച്ച് ഏകജാല പ്രവേശനത്തിൻ്റെ പോർട്ടലിൽ നിന്ന് ടെമ്പററി അഡ്മിഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. അതിനുശേഷം തുടർന്ന് കോളേജുമായി ബന്ധപ്പെട്ട് ഈ ഒരു ജൂൺ 25-ന് വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു നിങ്ങളുടെ പ്രവേശനം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ താൽക്കാലിക പ്രവേശനം എടുക്കുന്നതിന് വിദ്യാർത്ഥികൾ കോളേജിൽ ആ ഒരു ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ നിങ്ങൾ കോളേജിൽ ഹാജരാവേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങൾ കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് എടുക്കുന്നത് എന്നുള്ള കാര്യം കോളേജിൽ അറിയിക്കുകയും അതുപോലെ ഫീസ് അടക്കുമ്പോൾ ടെമ്പററി അഡ്മിഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടാം. ടെമ്പററി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികളും പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികളും കോളേജിൽ നിന്ന് ഒരു കൺഫർമേഷൻ സ്ലിപ്പോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്ത് കൺഫർമേഷൻ സ്ലിപ്പോ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. അതെന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കണമെങ്കിൽ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ആവശ്യമാണ്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള അടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത്, ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം എടുത്തവർക്ക് രണ്ടാം അലോട്ട്മെൻറ്റിലും അതേ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് തന്നെയാണെങ്കിൽ ഇത്തരക്കാർ ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ ഇത്തരക്കാർക്ക് നിലവിലെ പ്രോഗ്രാമിൽ തന്നെ സ്ഥിരപ്രവേശനം നേടണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ അപേക്ഷയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം മോഡ് ഓഫ് അഡ്മിഷൻ പെർമനൻറ്റ് സെലക്ട് ചെയ്ത ശേഷം കോളേജിൽ നേരിട്ട് ഹാജരായി സ്ഥിരപ്രവേശനം നേടണം. അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷനാണ് നേടിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ സ്ഥിരപ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ അതായത് ഓൺലൈനായിട്ട് അപേക്ഷയിൽ ലോഗിൻ ചെയ്ത ശേഷം മോഡ് ഓഫ് അഡ്മിഷൻ പെർമനൻറ്റ് സെലക്ട് ചെയ്ത ശേഷം കോളേജിൽ നേരിട്ട് ഹാജരായിട്ട് സ്ഥിരപ്രവേശനം നിങ്ങൾ എടുക്കേണ്ടതാണ്. പ്രവേശനം എടുത്തതിന് ശേഷം തെളിവായിട്ട് നിങ്ങൾ കൺഫർമേഷൻ സ്ലിപ്പ് കോളേജിൽ നിന്നും ചോദിച്ചു വാങ്ങിക്കേണ്ടതാണ്. ഈ സ്ലിപ്പ് പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. പ്രവേശനം എടുക്കുന്നവർ കോളേജുമായി ബന്ധപ്പെട്ട് വെരിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഒന്നാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഈ ഒരു വിഭാഗങ്ങൾക്കായിട്ടുള്ള ഒന്നാമത്തെ പ്രത്യേക അലോട്ട്മെൻറ്റ് വരെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരാൻ സാധിക്കുന്നതായിരിക്കും. അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം ജൂൺ 25-ന് വൈകുന്നേരം 4-ന് മുമ്പായിട്ട് കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനം പൂർത്തീകരിക്കാത്തവരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കും
റദ്ദാക്കപ്പെടുന്നതായിരിക്കും എന്നുള്ളതും വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ലോഗിൻ ചെയ്യുക, ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ജനറൽ കാറ്റഗറിക്ക് 1418, SC/ST വിദ്യാർത്ഥികൾക്ക് 50 രൂപയുമാണ് ഫീസ് വരിക. അതിനുശേഷം ക്ലിക്ക് ഹിയർ ടു പ്രിൻറ്റ് യുവർ അലോട്ട്മെൻറ്റ് മെമ്മോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ജോയിൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ എങ്ങനെ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 25-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുക. വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേരിട്ട് പോകുന്നത് സ്ഥിരപ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, അതുപോലെ TC സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഇക്വലൻ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾ ഈ ഒരു HSC, VHSC, അതുപോലെ THSC, CBSE, CISC എന്നിങ്ങനെയൊക്കെയുള്ള ബോർഡുകളിൽ നിന്നെല്ലാം പാസ്സായതെങ്കിൽ ഈ ഒരു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, കേരളത്തിന് പുറത്ത് +2 പഠിച്ചവരാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, SC/ST വിദ്യാർത്ഥികൾക്ക് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ SC/BC അതായത് OBC ഒക്കെ ഉൾപ്പെടുന്ന വിഭാഗമാണ് SC/BC. അപ്പോൾ അതിലുള്ളവർക്ക് ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ EWS വിഭാഗക്കാർക്ക് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന, അത് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്നത്, അതുപോലെ തന്നെ ബോണസ് പോയിൻ്റ്, വെയിറ്റേജ് എന്നിങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് എന്നിങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് SC/ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ ഏതെങ്കിലും ആവശ്യമില്ലാത്തവ ഡിലീറ്റ് ചെയ്ത് കൊടുക്കാനും നിങ്ങൾക്ക് 26-ാം തീയതി അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും വിദ്യാർത്ഥികൾ കോളേജിൽ ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ വിദ്യാർത്ഥികളെ നോൺ ജോയിനിങ് കാൻഡിഡേറ്റ്സ് ആയിട്ട് കണക്കാക്കുകയും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികൾ ഈ ഒരു ടെമ്പററി ആയിട്ടോ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാലും നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു കൺഫർമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.